ഹരി ഓം. സംസ്കാര സംഘടന സേവ SPSS NYC മലയാളം ഓൺലൈൻ ക്ലാസിന്റെ ഭാഗമായി നടത്തിവരുന്ന നാരായണ പഠന ക്ലാസ് ഇന്ന് 107-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 97-ാം ദശകമാണ് പഠനം ചെയ്യുന്നത്, മാർക്കണ്ഡേയ ചരിതം. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ജയലക്ഷ്മി അക്കയാണ്. ചാൻഡിങ് റിപ്പീറ്റേഷൻ ഗൈഡൻസ് കൊടുക്കുന്നത് ഗിരിജ ആർ അക്കയാണ്. റിപ്പീറ്റേഷൻ ചെയ്യുന്നത് പാർവതി അക്ക 1 മുതൽ 4 ശ്ലോകം, ഗീതാ PT അക്ക 5 മുതൽ 7 ശ്ലോകം, ഓമന അക്ക 8 മുതൽ 10 വരെയുള്ള ശ്ലോകം. അതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്യുന്നത് സുനിത നായർ അക്കയാണ്. ബാക്കപ്പിനായി നമ്മുടെ രമ അക്കയും ഇവിടെ വന്നിട്ടുണ്ട്. ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ധ്യാന ശ്ലോകത്തിനായി ജയലക്ഷ്മി അക്കയെ സ്വാഗതം ചെയ്യുന്നു. ഹരിയോം അക്ക. ഹരി ഓം. ധ്യാന ശ്ലോകം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. അഗജാനന പദ്മാർക്കം ഗജാനനം അഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ. ശ്രീ മഹാഗണപതയേ നമഃ. മോക്ഷാബ്ദിസാരമായ ഭാഗവതാഖ്യദഗ്നോ നാരായണീയ നവനീത മഹോ ഗൃഹീത്വാ മായാമയൗക പരിതപ്ത ജനായ യോഗാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാഗണപതി സരസ്വതേ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ചാൻഡിങ് റിപ്പീറ്റേഷനായി ഗിരിജ അക്കയെയും റിപ്പീറ്റേഷനായി പാർവതി അക്കയെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം അക്ക. ഹരി ഓം. നമ്മൾ ഇന്ന് 97-ാം ദശകമാണ് പഠിക്കുന്നത്. ഭക്തിയോഗ മാഹാത്മ്യത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് ശ്രദ്ധരയിലാണ് രചിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം പദച്ഛേദം. ഒന്നാം ശ്ലോകം. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഹി ഭുവനെ ഹീന മധ്യ ഉത്തമം യത് ജ്ഞാനം ശ്രദ്ധ ച കർത്ത വസതി ഹി അപി സുഖം കർമ്മ ച ആഹാരഭേദാഃ ത്വത് ക്ഷേത്രഃ ത്വൻ നിഷേവാദി തു യത് ഇഹ പുനഃ ത്വത്പരം ദത് തു സർവം പ്രാഹുഃ നൈർഗുണ്യനിഷ്ഠം തത് അനുഭജനതഃ മംഷു സിദ്ധഃ ഭവേയം. ശ്ലോകം പഠിക്കാം. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഹി ഭുവനെ ഹീന മധ്യോത്തമം യത് ജ്ഞാനം ശ്രദ്ധാ ച കർത്താ വസതിരപി സുഖം കർമ്മ ചാഹാരഭേദാഃ. ത്രൈഗുണ്യാഭിന്നരൂപം ഭവതി ഹി ഭുവനെ ഹീന മധ്യോത്തമം യത് ജ്ഞാനം ശ്രദ്ധാ ച കർത്താ വസതിരപി സുഖം കർമ്മ ചാഹാരഭേദാഃ. ത്വച്ഛേത്രത്വന്നിഷേവാദിതു യദിഹ പുനസ്ത്വത്പരം ദത്തു സർവം പ്രാഹുർനൈർഗുണ്യനിഷ്ഠം തദനുഭജനതോ മംഷു സിദ്ധോ ഭവേയം.
സ്വക്ഷേത്രതന്നിഷേവാദിതു യതിക പുനഃ പുനഃ തത്സപരം തത്തു സർവം പ്രാകുർനൈർഗുണ്യനിഷ്ഠം തദനുഭജനതോ മന്തു സിദ്ധോ ഭവേയം. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഹി ഭുവനെ ഹീനമധ്യോത്തമം യത് ജ്ഞാനം ശ്രദ്ധാ ച കർത്താ വസതിരപി സുഖം കർമ്മ ചാഹാരഭേദാ ത്വക്ഷേത്രത്വന്നിഷേവാതിതു യതിഹ പുനസ്ത്വത്പരം ദത്തു സർവം പ്രാഹുർനൈർഗുണ്യനിഷ്ഠം തദനുഭജനതോ മംഷു സിദ്ധോ ഭവേയം. ത്രൈഗുണ്യാഭിന്നരൂപം ഭവതി ഭുവനെ ഹീനമധ്യോത്തമം യജ് ജ്ഞാനം ശ്രദ്ധാ ച കർത്താ വസതി രവി സുഖം കർമ്മ തക്ഷേത്രതന്നിഷേവാദിതു യതിഹ പുനഃ പരസ്പരം തത്തു സർവം പ്രാകുർനൈർഗുണ്യനിഷ്ഠം തദനുഭജനതോ മന്തു സിദ്ധോ ഭവേയം. അടുത്തത് ശ്ലോകം 2 പദച്ഛേദം. ത്വയി ഏവ ന്യസ്തചിത്തഃ സുഖം അയി വിചരൻ സർവചേഷ്ടാഃ ത്വദർത്ഥം ത്വദ് അർത്ഥം ത്വദ് ഭക്തൈഃ സേവ്യമാനാൻ അപി ചരിതചരാൻ ആശ്രയൻ പുണ്യദേശാൻ തസ്യൗ വിപ്രേ മൃഗാദിഷു അപി ച സമം അധേഹി ഉച്യമാനാ അവമാന സ്പർധാ അസൂയാദി ദോഷഃ സതതം അഖില ഭൂതേഷു സംപൂജയേ ത്വാം. ശ്ലോകം പഠിക്കാം. ത്വയേവ ന്യസ്തചിത്തഃ സുഖമയി വിചരൻ സർവചേഷ്ടാസ്ത്വദർത്ഥം ത്വദ്ഭക്തൈ സേവ്യമാനാൻ അഭിചരിതചരാനാശ്രയാൻ പുണ്യദേശാൻ. ത്വയേവ നസ്തചിത്തഃ സുഖമയി വിചരൻ സർവചേഷ്ടാസ്ത്വദർത്ഥം ത്വദ്ഭക്തൈ സേവ്യമാനാനപി ചരിതചരാനാശ്രയൻ പുണ്യദേശാൻ. ദസ്യൗ വിപ്രേ മൃഗാദിഷ്വപി ച സമമതിർമുച്യമാനാപമാന സ്പർധാസൂയാദി ദോഷ സതതമഖില ഭൂതേഷു സംപൂജയേ ത്വാം. ദസ്യൗ വിപ്രേ മൃഗാദിഷ്വപി ച സമമതിർമുച്യമാനാപമാന സ്പർധാസൂയാദി ദോഷ സതതമഖില ഭൂതേഷു സംപൂജയേ ത്വാം. ത്വയേവ ന്യസ്തചിത്തഃ സുഖമയി വിചരൻ സർവചേഷ്ടാസ്ത്വദർത്ഥം ത്വദ്ഭക്ത്യൈർ സേവ്യമാനാൻ അഭിചരിതചരാൻ ആശ്രയൻ പുണ്യദേശാൻ. തസ്യൗ വിപ്രേ മൃഗാദിഷ്വപി ച സമമതിർമുച്യമാനാവമാന സ്പർധാസൂയാദി ദോഷ സതതമഖില ഭൂതേഷു സംപൂജയേ ത്വാം. ത്വയേവ നസ്തചിത്തഃ സുഖമയി വിചരൻ സർവചേഷ്ടാസ്ത്വദർത്ഥം ത്വദ്ഭക്തൈ സേവ്യമാനാനപി ചരിതചരാനാശ്രയൻ പുണ്യദേശാൻ. ദസ്യൗ വിപ്രേ മൃഗാദിഷ്വപി ച സമമതിർമുച്യമാനാവമാന സ്പർധാസൂയാദി ദോഷ സതതമഖില ഭൂതേഷു സംപൂജയേ ത്വാം. അടുത്തതായി ശ്ലോകം 3 പദച്ഛേദം. ത്വത് ഭാവഃ യാവത് യേഷു സ്ഫുരതി ന വിശദം താവത് ഏഹം ഹ്യുപാസ്തിം കുർവൻ ഐകാത്മ്യ ബോധേ ജഡിതി വികസതി ത്വന്മയഃ അഹം ചരേയം ത്വത് ധർമ്മസ്യ അസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുത അസ്യ പ്രാണശഃ തസ്മാത് സർവാത്മന ഏവ പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. ശ്ലോകം പഠിക്കാം. ത്വദ്ഭാവോ യാവദേഷു സ്ഫുരതി ന വിശദം താവദേഹം ഹ്യുപാസ്തിം കുർവന്നൈകാത്മ്യബോധേ ജഡിതി വികസതി ത്വന്മയോഹം ചരേയം. ത്വദ്ഭാവോ യാവദേഷു സ്ഫുരതി ന വിശദം താവദേവം ഹ്യുപാസ്തിം
കുറുവന്നൈകാത്മബോധേ തടിതി വികസതി തന്മയേ സംചരേയം. ത്വദ്ധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശ തസ്മാത് സർവാത്മനൈവ പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. സ്വധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശ തസ്മാത് സർവാത്മനൈവ പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. ത്വദ്ഭാവോ യാവദേഷു സ്ഫുരതി ന വിശദം താവദേഹം ഹ്യുപാസ്തിം കുർവന്നൈകാത്മ്യബോധേ ഝടിതി വികസതി ത്വന്മയോഹം ചരേയം. ത്വദ്ധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശസ്തസ്മാത് സർവാത്മനൈവ പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. ത്വദ്ഭാവോ യാവദേഷു സ്ഫുരതി ന വിശദം താവദേവം ഉപാസിം കുറുവന്നൈകാജ്ഞബോധേ തടിതി വികസതി തന്മയേകം ചരേയം. സ്വധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശൗ തസ്മാത് സർവാത്മനൈവ പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം. ക്യാമറങ്ങനെ അടുത്തത് 4-ാമത്തെ ശ്ലോകം. തം ച ഏനം ഭക്തിയോഗം ദൃഢയിതും അയി മേ സാധ്യം ആയുഹു ദിഷ്ട്യാ തത്രാപി തത്ര അപി സേവ്യം തവ ചരണം അഹോ ഭേഷജായ ഇവ ദുഃഖം. മാർക്കണ്ഡേയഃ ഹി പൂർവം ഗണക നിഗദിത ദ്വാദശ അബ്ദായുഃ ഉച്ചൈഃ സേവിത്വാ വത്സരം ത്വാം തവ ഫട നിവഹൈഃ ദ്രാവയാമാസ മൃത്യും. ശ്ലോകം പഠിക്കാം. തം ചൈനം ഭക്തിയോഗം ദൃഢയിതുമയി മേ സാധ്യമാരോഗ്യമായുഃ ദിഷ്ട്യാ തത്രാപി സേവ്യം തവ ചരണമഹോ ഭേഷജായേവ ദുഃഖം. ത്വം ചൈനം ഭക്തിയോഗം ദൃഢയിതുമയി മേ സാധ്യമാരോഗ്യമായുഃ ദിഷ്ട്യാ തത്രാപി സേവ്യം തവ ചരണമഹോ ഭേഷജായേവ ദുഃഖം. മാർക്കണ്ഡേയോ ഹി പൂർവം ഗണക നിഗദിത ദ്വാദശാബ്ദായുരുച്ചൈഃ സേവിത്വാ വത്സരം ത്വാം തവ ഭട നിഹവഹൈർ ദ്രാവയാമാസ മൃത്യും. മാർക്കണ്ഡേയോ ഹി പൂർവം ഗണക നിഗദിത ദ്വാദശാബ്ദായുരുച്ചൈഃ സേവിത്യ വത്സരം താം തവ ഭട നിവഹൈർ ദ്രാവയാമാസ മൃത്യും. തം ചൈനം ഭക്തിയോഗം ദൃഢയിതുമയി മേ സാധ്യമാരോഗ്യമായുഃ ദിഷ്ട്യാ തത്രാപി സേവ്യം തവ ചരണമഹോ ഭേഷജായേവ ദുഃഖം. മാർക്കണ്ഡേയോ ഹി പൂർവം ഗണക നിഗദിത ദ്വാദശാബ്ദായുരുച്ചൈഃ സേവിത്വാ വത്സരം ത്വാം തവ ഭട നിവഹൈർ ദ്രാവയാമാസ മൃത്യും. ത്വം ചൈനം ഭക്തിയോഗം ദൃഢയിതുമയി മേ സാധ്യമാരോഗ്യമായുഃ ദിഷ്ട്യാ തത്രാപി സേവ്യം തവ ചരണമഹോ ഭേഷജായേവ ദുഃഖം. മാർക്കണ്ഡേയോ ഹി പൂർവം ഗണക നിഗദിത ദ്വാദശാബ്ദായുരുച്ചൈഃ സേവിത്യ വത്സരം താം തവ ഭട നിവഹൈർ ദ്രാവയാമാസ മൃത്യും. അടുത്തതായി 5-ാമത്തെ ശ്ലോകം നോക്കാം. പദച്ഛേദം. മാർക്കണ്ഡേയ ശിരായു സ ഖലു പുനഃ അപി ത്വത്പരഃ പുഷ്പഭദ്രാഃ
തീരെ നിന്യേ തപസ്യൻ അതുല സുഖരതിഹി ഷട്ടു മന്വന്തരാണി ദേവേന്ദ്ര സപ്തം അസ്തം സുരയുവതി മരുന്മന്മഥൈർ മോഹയിഷ്യൻ യോഗോഷ്മ പ്ലുഷ്യമാണൈഹി ന തു പുനരശകത് ത്വജനം നിർജയേത് കഹ. മാർക്കണ്ഡേയശ്ചിരായു സഖലു പുനരപി ത്വത്പര പുഷ്പഭദ്രാ തീരെ നിന്യേ തപസ്യന്നതുല സുഖരതി ഷട്ടു മന്വന്തരാണി. മാർക്കണ്ഡേയശ്ചിരായു സകലു പുനരപി ത്വത്പര പുഷ്പഭദ്രാ തീരെ നിന്യേ തപസ്യന്നതുല സുഖരതി ഷട്ടു മന്വന്തരാണി. ദേവേന്ദ്ര സപ്തമസ്തം സുരയുവതി മരുന്മന്മഥൈർമോഹയിഷ്യൻ യോഗോഷ്മ പ്ലുഷ്യമാണൈർനതു പുനരശകത് ത്വജനം നിർജയേത്. ദേവേന്ദ്ര സപ്തമസ്തം സുരയുവതി മരുന്മന്മഥൈർമോഹയിഷ്യൻ യോഗോഷ്മ പ്ലുഷ്യമാണൈർനതു പുനരശകത് ത്വജനം നിർജയേത് കഹ. മാർക്കണ്ഡേയശ്ചിരായു സഖലു പുനരപി ത്വത്പര പുഷ്പഭദ്രാ തീരെ നിന്യേ തപസ്യൻ അതുല സുഖരതി ഷട്ടു മന്വന്തരാണി. ദേവേന്ദ്ര സപ്തമസ്തം സുരയുവതി മരുന്മന്മഥൈർമോഹയിഷ്യൻ യോഗോഷ്മ പ്ലുഷ്യമാണൈർനതു പുനരശകത് ത്വജനം നിർജയേത് കഹ. മാർക്കണ്ഡേയശ്ചിരായു സകലു പുനരപി ത്വത്പര പുഷ്പഭദ്രാ തീരെ നിന്യേ തപസ്യന്നതുല സുഖരതി ഷട്ടു മന്വന്തരാണി. ദേവേന്ദ്ര സപ്തമസ്തം സുരയുവതി മരുന്മന്മഥൈർമോഹയിഷ്യൻ യോഗോഷ്മ പ്ലുഷ്യമാണൈർനതു പുനരശകത് ത്വജനം നിർജയേത് കഹ. അടുത്തത് ആറാമത്തെ ദശകം, ആറാമത്തെ ശ്ലോകം. പ്രീത്യാ നാരായണാഖ്യ ത്വം അഥ നരസഖഃ പ്രാപ്തവാൻ അസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാനഃ സ തു വിവിധവരൈഃ ലോഭിതഃ നാനുമേനെ ദ്രഷ്ടും മായാം ത്വദീയാം കില പുനരവൃണോത് പുനഃ അവൃണോത് ഭക്തി തൃപ്താന്തരാത്മാ അന്തരാത്മാ മായാ ദുഃഖാൻ തദപി മൃഗയതേ നൂനം ആശ്ചര്യഹേതഃ. ആറാമത്തെ ശ്ലോകം പഠിക്കാം. പ്രീത്യാ നാരായണാഖ്യസ്ത്വമഥ നരസഖ പ്രാപ്തവാനസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാനഃ സതു വിവിധവരൈർലോഭിതോ നാനുമേനെ. പ്രീത്യാ നാരായണാഖ്യസ്ത്വമഥ നരസഖ പ്രാപ്തവാനസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാനഃ സതു വിവിധവരൈർലോഭിതോ നാനുമേനെ. ദ്രഷ്ടും മായാം ത്വദീയാം കില പുനരവൃണോത് ഭക്തി തൃപ്താന്തരാത്മാ മായാ ദുഃഖാനഭിജ്ഞസ്തദപി മൃഗയതേ നൂനമാശ്ചര്യഹേതോഃ. ദ്രഷ്ടും മായാം ത്വദീയാം കില പുനരവൃണോത് ഭക്തി തൃപ്താന്തരാത്മാ മായാ ദുഃഖാനഭിജ്ഞസ്തദപി മൃഗയതേ നൂനമാശ്ചര്യഹേതോഃ. പ്രീത്യാ നാരായണാഖ്യസ്ത്വമഥ നരസഖ പ്രാപ്തവാനസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാനഃ സതു വിവിധവരൈർലോഭിതോ നാനുമേനെ. ദ്രഷ്ടും മായാം ത്വദീയാം കില പുനരവൃണോത് ഭക്തി തൃപ്താന്തരാത്മാ മായാ ദുഃഖാനഭിജ്ഞസ്തദപി മൃഗയതേ നൂനമാശ്ചര്യഹേതോഃ. പ്രീത്യാ നാരായണാഖ്യസ്ത്വമഥ നരസഖ പ്രാപ്തവാനസ്യ പാർശ്വം തുഷ്ട്യാ തോഷ്ടൂയമാനഃ സതു വിവിധവരൈർലോഭിതോ നാനുമേനെ.
द्रष्टुं मायां त्वदीयां किल पुनरवृणोद्भक्ति तृप्तान्तरात्मा माया दुःखानभिज्ञस्तदपि मृगयते नूनमाश्चर्यहेतोः. അടുത്തത് 7ാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. യാതേ ത്വയി ആശു വാതാകുല ജലദ ഗള തോയ പൂർണ അതികൂർണ പൂർണഃ സപ്ത അർണഃ രാശി മഗ്നേ ജഗതി സ തു ജലേ സംഭ്രമൻ വർഷകോടിഃ ദീനഃ പ്രൈക്ഷിഷ്ട ദൂരേ വടദളശയനം കഞ്ചിത് ആശ്ചര്യ ബാലം ത്വാം ഏവ ശ്യാമളാംഗം വദന സരസിജന്യസ്ത പാദാംഗുലീയം അംഗുലീകം. ശ്ലോകം പഠിക്കാം. യാതേ ത്വയ്യാശു വാതാകുല ജലദഗളത്തോയ പൂർണാദികൂർണസ്ത്വൽത്താർണോ രാശിമഗ്നേ ജഗതി സതുജലേ സംഭ്രമൻ വർഷകോടി. യാതേ ത്വയ്യാശു വാതാകുലജലദഗളത്തോയ പൂർണാദികൂർണ സപ്താർണോ രാശിമഗ്നേ ജഗതി സതുജലേ സംഭ്രമൻ വർഷകോടിഃ. ദീനപ്രൈശിഷ്ട ദൂരേ വടദളശയനം കഞ്ചിദാശ്ചര്യ ബാലം ത്വാമേവ ശ്യാമളാംഗം വദന സരസിജന്യസ്തപാദാംഗുലീകം. ദീനപ്രൈക്ഷിഷ്ടദൂരേ വടദളശയനം കഞ്ചിദാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദന സരസിജന്യസ്തപാദാംഗുലീകം. യാതേ ത്വയ്യാശു വാതാകുല ജലദഗളത്തോയ പൂർണാദികൂർണ സപ്താർണോ രാശിമഗ്നേ ജഗതി സതുജലേ സംഭ്രമൻ വർഷകോടി. ദീനപ്രൈശിഷ്ട ദൂരേ വടദളശയനം കഞ്ചിദാശ്ചര്യ ബാലം ത്വാമേവ ശ്യാമളാംഗം വദന സരസിജന്യസ്തപാദാംഗുലീകം. യാതേ ത്വയ്യാശു വാതാകുലജലദഗളത്തോയ പൂർണാദികൂർണ സപ്താർണോ രാശിമഗ്നേ ജഗതി സതുജലേ സംഭ്രമൻ വർഷകോടിഃ. ദീനപ്രൈക്ഷിഷ്ടദൂരേ വടദളശയനം കഞ്ചിദാശ്ചര്യബാലം ത്വാമേവ ശ്യാമളാംഗം വദന സരസിജന്യസ്തപാദാംഗുലീകം. അടുത്തത് ശ്ലോകം 8 പദച്ഛേദം. ദൃഷ്ട്വാ ത്വാം ഹൃഷ്ടരോമാ ത്വരിതം ഉപഗതഃ സ്പൃഷ്ടു കാമഃ മുനീന്ദ്രഃ ശ്വാസേനാന്തർനിവിഷ്ടഃ പുനഃ ഇഹ സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഖം ഭൂയഃ അപി ശ്വാസവാതൈഃ ബഹിഃ അനുപതിതഃ വീക്ഷിതഃ ത്വത് കടാക്ഷൈഃ മോദാത് ആശ്ലേഷ്ടു കാമഃ ത്വയി പിഹിതതനൗ സ്വശ്രമേ പ്രാഗ് വദാസീത്. 8ാമത്തെ ശ്ലോകം പഠിക്കാം. ദൃഷ്ട്വാ ത്വാം ഹൃഷ്ടരോമാ ത്വരിതമുപഗത സ്പൃഷ്ടു കാമോ മുനീന്ദ്ര ശ്വാസേനാന്തർനിവിഷ്ട പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഖം. ദൃഷ്ട്വാ ത്വാം ഹൃഷ്ടരോമാ ത്വരിതമുപഗത സ്പൃഷ്ടുകാമോ മുനീന്ദ്ര ശ്വാസേനാന്തർനിവിഷ്ട പുനരിഹ സകലം ദൃഷ്ടവാൻ വിഷ്ടപൗഖം. ഭൂയോ വിശ്വാസവാതൈർബഹിരനുപതിതോ വീക്ഷിതസ്ത്വത്കടാക്ഷൈർമോദാദാശ്ലേഷു കാമസ്ത്വയി പിഹിതതനൗ ശ്വാശ്രമേ പ്രാഗ്വദാസീത്. ഭൂയോ വിശ്വാസവാതൈർബഹിരനുപതിതോ വീക്ഷിതസ്ത്വത്കടാക്ഷൈർമോദാദാശ്ലേഷു കാമസ്ത്വയി പിഹിതതനൗ സ്വശ്രമേ പ്രാഗ്വദാസീത്.
दृष्ट्वा त्वां हृष्टरोमा त्वरितमुपगत स्प्रष्टुकामो मुनीन्द्रः श्वासेनान्तर्निविष्ट पुनरिह सकलं दृष्टवान् विष्टपौखं भूयो विश्वासवातैर्बहिरनुपतितो वीक्षितस्त्वत्कटाक्षैः मोदात् ഹരിയം ഗിരിജാക്ക, ഹരിയോ? കേൾക്കുന്നില്ല? ഹരി ഓം. അത് മുതലങ്ങ് തുടങ്ങിക്കോളൂ. दृष्ट्वा त्वां हृष्टरोमा त्वरितमुपगत स्प्रष्टुकामो मुनीन्द्रः श्वासेनान्तर्निविष्ट पुनरिह सकलं दृष्टवान् विष्टपौखं भूयो विश्वासवातैर्बहिरनुपतितो वीक्षितस्त्वत्कटाक्षैः मोदादाश्लेष्टुकामस्त्वयि पिहिततनौ स्वाश्रमे प्राग्वदासीत् दृष्ट्वा त्वां हृष्टरोमा त्वरितमुपगत स्प्रष्टुकामो मुनीन्द्रः श्वासेनान्तर्निविष्ट पुनरिह सकलं दृष्टवान् विष्टपौखं भूयो विश्वासवादैर्बहिरनुपतितो वीक्षितत्वत्कटाक्षैर्मोदादाश्लेष्टुकामस्त्वयि पिहिततनौ स्वश्रमे प्राग्वदासीत्. അടുത്തത് 9ാമത്തെ ശ്ലോകം പഠിക്കാം. പദച്ഛേദം. ഗൗര്യാ സാർത്ഥം തദ അഗ്രേ പുരഭിദധ ഗത ത്വത് പ്രിയ പ്രേഷണാർത്ഥീ സ്ഥിതാൻ ഏവാ അസ്യ ദത്വാ സ്വയമജ അജരാം മൃത്യുതാദീൻ ഗതഃ അഭൂത് ഏവം ത്വൽസേവയൈവ സ്മരരിപു അപി സംപ്രീയതേ യേന തസ്മാൻ മൂർത്തി ത്രയാത്മകത്വം നനു സകല നിയന്തേതി സുവ്യക്തം ആസീത്. ശ്ലോകം പഠിക്കാം. ഗൗര്യാസാർത്ഥം തദ്ഗ്രേ പുരഭിദഗതസ്വാത് തത്പ്രയപ്രേഷണാർത്ഥീ സിദ്ധാനേ വാസ്യ ദത്വാ സ്വയമയമജരാം മൃത്യുദാദീൻ ഗതോ ഭൂത് ഏവം ത്വൽസേവ ഗൗര്യാസാർത്ഥം തദഗ്രേ പുരഭിദത ഗതത്വത്പ്രിയ പ്രേക്ഷണാർത്ഥീ സിദ്ധാദേനാവാസ്യ ദത്വാ സ്വയമയമജരാ മൃത്യുദാദീൻ ഗതോ ഭൂത്. ഏവം ത്വൽസേവയൈവ സ്മരരിപു അപി സംപ്രീയതേ യേന തസ്മാൻ മൂർത്തിത്രയാത്മകസ്ത്വം നനു സകല നിയന്തേതി സുവ്യക്തമാസീത്. ഏവം തസ്സേവയൈവ സ്മരരിപുരപി സംപ്രീയതേ യേന തസ്മാത് മൂർത്തിത്രയാത്മകസ്ത്വം നനു സകല നിയന്തേതി സുവ്യക്തമാസീത്. ഗൗര്യാസാർത്ഥം തദഗ്രേ പുരഭിദധ ഗതസ്ത്വത്പ്രിയ പ്രേക്ഷണാർത്ഥീ സിദ്ധാനേ വാസ്യ ദത്വാ സ്വയമയമജരാ മൃത്യുദാദീൻ ഗതോ ഭൂത് ഏവം ത്വൽസേവയൈവ സ്മരരിപുരപി സംപ്രീയതേ യേന തസ്മാൻ മൂർത്തിത്രയാത്മകസ്ത്വം നനു സകല നിയന്തേതി സുവ്യക്തമാസീത്. ഗൗര്യാസാർത്ഥം തദഗ്രേ പുനരഭിദധ ഗത ത്വത്പ്രിയ പ്രേക്ഷണാർത്ഥീ സിദ്ധാനേ വാസ്യ ദത്വാ സ്വയമയമജരാ മൃത്യുദാദീൻ ഗതോ ഭൂത് ഏവം ത്വസ്സേവയൈവ സ്മരരിപുരപി സംപ്രീയതേ യേന തസ്മാൻ മൂർത്തിത്രയാത്മകസ്ത്വം നനു സകല നിയന്തേതി സുവ്യക്തമാസീത്.
അടുത്തത് 10ാമത്തെ ശ്ലോകം. ത്രംശഃ അസ്മിൻ സത്യലോകേ വിധിഹരി പുര അഭി മന്ദിരാൻ സോറി ഫോൺ വന്നതാ. തേഭ്യഃ അപ്യൂർത്ഥം തു മായാ വികൃതി വിരഹിതഃ ഭാതി വൈകുണ്ഠലോകഃ തത്ര ത്വം കാരണാ അംഭസ്യപി അപി പശുപകുലേ ശുദ്ധ സത്വൈകരൂപീ സച്ചിത് ബ്രഹ്മാദ്വയാത്മാ പവനപുരപദേ പാഹി മാം സർവരോഗാത്. ശ്ലോകം പഠിക്കാം. ത്രംശേസ്മിൻ സത്യലോകേ വിധിഹരിപുരഭിന്മന്ദിരാണ്യൂർധ്വമൂർധ്വം തേഭ്യോപ്യൂർദ്ധം തു മായാ വികൃതി വിരഹിതോ ഭാതി വൈകുണ്ഠലോകഃ. ത്രംശേസ്മിൻ സത്യലോകേ വിധിഹരിപുരഭി മന്ദിരാണൂർധ്വമൂർധ്വം തേഭ്യോപ്യൂർദ്ധം തു മായാ വികൃതി വിരഹിതോ ഭാതി വൈകുണ്ഠലോകഃ. തത്ര ത്വം കാരണാംഭസ്യപി പശുപകുലേ ശുദ്ധ സത്വൈകരൂപീ സച്ചിത് ബ്രഹ്മാദ്വയാത്മാ പവനപുരപതേ പാഹി മാം സർവരോഗാത്. തത്ര ത്വം കാരണാംഭസ്യപി പശുപകുലേ ശുദ്ധ സത്വൈകരൂപീ സച്ചിത് ബ്രഹ്മാദ്വയാത്മാ പവനപുരപതേ പാഹി മാം സർവരോഗാത്. ത്രംശേസ്മിൻ സത്യലോകേ വിധിഹരിപുരഭിന്മന്ദിരാണ്യൂർധ്വമൂർധ്വം തേഭ്യോപ്യൂർദ്ധം തു മായാ വികൃതിർവിരഹിതോ ഭാതി വൈകുണ്ഠലോകഃ. തത്ര ത്വം കാരണാംഭസ്യപി പശുപകുലേ ശുദ്ധ സത്വൈകരൂപീ സച്ചിത് ബ്രഹ്മാദ്വയാത്മാ പവനപുരപദേ പാഹി മാം സർവരോഗാത്. ത്രംശേസ്മിൻ സത്യലോകേ വിധിഹരിപുരഭിന്മന്ദിരാണ്യൂർധ്വമൂർധ്വം തേഭ്യോപ്യൂർദ്ധം തു മായാ വികൃതി വിരഹിതോ ഭാതി വൈകുണ്ഠലോകഃ. തത്രം ത്വം കാരണാംഭസ്യപി പശുപകുലേ ശുദ്ധ സത്വൈകരൂപീ സച്ചിത് ബ്രഹ്മാദ്വയാത്മാ പവനപുരപദേ പാഹി മാം സർവരോഗാത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് 97ാം ദശകത്തിലെ ഉത്തമ ഭക്തി പ്രാർത്ഥന മാർക്കണ്ഡേയന്റെ കഥ. നമ്മൾ നേരത്തെയുള്ള കുറച്ച് ദശകങ്ങൾ കണ്ടതെല്ലാം ഉദ്ധവർക്ക് ഭഗവാൻ നേരിട്ട് നൽകിയ ഉപദേശങ്ങളായിരുന്നു. ഇപ്പോ നമ്മൾ കാണുന്നത് മാർക്കണ്ഡേയന്റെ കഥയാണ്. മാർക്കണ്ഡേയന്റെ കഥ നമ്മൾ കേട്ടിട്ടുള്ളത് മാർക്കണ്ഡേയൻ ശിവഭക്തനാണെന്നും ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചു കിടന്ന് കാലനെ ശിവനെ കൊണ്ട് ഓടിപ്പിച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഭക്തനായിട്ടാണ് മാർക്കണ്ഡേയനെ. അത് മേൽപ്പത്തൂരിന്റെ അഗൈതവമായ ഭക്തി കൊണ്ട് മേൽപ്പത്തൂർ ഉണ്ടാക്കിയ ഒരു കഥയാകാം, അത് അറിയില്ല അങ്ങനെയുള്ളത്. എന്തായാലും മഹാവിഷ്ണുവാണ് ഈ 3 അവതാരങ്ങളിൽ നിന്നും ഏറ്റവും ഉയരെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയും എടുക്കാം. അപ്പൊ നമുക്കിവിടെ മാർക്കണ്ഡേയന്റെ കഥയാണ് പറയുന്നത്. ആദ്യം ഉത്തമ ഭക്തി, അത് കഴിഞ്ഞ ശ്ലോകങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഉത്തമ ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അത് പറഞ്ഞ ശേഷമാണ് പതുക്കെ പതുക്കെ മാർക്കണ്ഡേയന്റെ കഥയിലേക്ക് 5ാമത്തെ ശ്ലോകം തൊട്ട് വരികയാണ്. നമുക്ക് നോക്കാം. ഉത്തമ ഭക്തന്റെ ലക്ഷണം ആദ്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. എന്നാലും ഉത്തമ ഭക്തിയിൽ ആറാടി നിൽക്കുന്ന മാർക്കണ്ഡേയനെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. കർമ്മശുദ്ധിയും ഭക്തിയും ഫലയിച്ചയില്ലായ്മയാണ് നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മമാണ് ഉത്തമ ഭക്തന്റെ ഒരു ലക്ഷണം. നിഷ്കാമകർമ്മമായി നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെ ഭഗവാനുള്ള ഒരു നൈവേദ്യമാണ്.
മനഃശുദ്ധി ഉണ്ടാകാൻ ഏറ്റവും പ്രാപ്യം ശ്രേഷ്ഠ കർമ്മം മാത്രമാണ്. മായാമാലിന്യം ഏശാത്തതും ശരീരേന്ദ്രിയങ്ങൾ, അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാല് ഏശപ്പെടാത്തതുമാണ് ബ്രഹ്മതത്വം. ഇവിടെ പറയുന്നുണ്ട് ത്രൈഗുണ്യാത് ഭിന്ന രൂപം. ത്രൈഗുണ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 ഗുണങ്ങളാണ് നമുക്ക് എല്ലാവർക്കും, അല്ലെ? നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ നമ്മളില് മായ അഭിനിവേശം ചെയ്തിട്ട്, മായ എന്ന് പറയുമ്പോൾ ദേവിയാണ് അത് ചെയ്യുന്നത് പറയുന്ന, മായയാണ് നമുക്ക് ഈ ത്രൈഗുണ്യങ്ങള് തരുന്നത്. സത്വ രജോ തമോ ഗുണങ്ങള് തരുന്നത് മായയാണെന്നാ പറയുന്നത്. അപ്പോ ത്രൈഗുണ്യാൻ ഭിന്ന രൂപം അവധി ഭുവനേ ഹീന മധ്യ ഉത്തമം. ഹീനം മധ്യം ഉത്തമം, അതായത് ഉത്തമമാരാണ് സത്വഗുണമുള്ളവരെ ഉത്തമരായിട്ടും, ഹീനം മധ്യോത്തമം തമോ ഗുണമുള്ളവരെ അധമരായിട്ടും, മധ്യമമായിട്ട് പറയുന്ന രജോ ഗുണമുള്ളവരെ ആണ്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും സമ്മിശ്ര ഗുണങ്ങളും ഉണ്ട്. എന്നാൽ ഈ 3 ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മുന്നിട്ട് എല്ലാവർക്കും നിൽക്കുന്നുണ്ടാവും, അല്ലെ? നമുക്കറിയാലോ, ഇപ്പോ സത്വഗുണികളെ കണ്ടാൽ തന്നെ നമുക്കറിയാം, അല്ലെ? ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയിലും വിശദമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. സത്വഗുണികളെ കണ്ടാൽ തന്നെ അറിയാം, അവർക്ക് ചുറ്റുമുള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യാം. അവർക്ക് എല്ലാം നല്ലത് സു എന്നുള്ളതേ ഉള്ളൂ. ദു എന്നൊരു വാക്ക് അവരുടെ ജീവിതത്തിൽ ഇല്ല. അപ്പോ ഉത്തമ ഭക്തി ഉള്ള ആളായിരിക്കും സത്വഗുണി. എന്നാൽ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മളിപ്പോ സത്വഗുണമുള്ള ഒരാള് ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു, 3 പേരെ 3 ഗുണങ്ങളുള്ളവരെ ഏൽപ്പിച്ചു. സത്വഗുണമുള്ള ആൾ ചെയ്യുക, എന്നെ കൊണ്ട് കഴിയുന്ന പോലെ എത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞത് കഷ്ടപ്പെട്ട് അത് നോക്കി എങ്ങനെയെങ്കിലും ചെയ്തിരിക്കും. പക്ഷേ അടുത്ത ആളായിട്ട്, അതായത് നമ്മുടെ രജോ ഗുണമുള്ള ആളാണെങ്കിലോ, അദ്ദേഹം വിചാരിക്കും, ഞാൻ ചെയ്തു നോക്കാം, പക്ഷെ ചെയ്താൽ എനിക്ക് എന്തെങ്കിലും ഫലം കിട്ടണം, ഒന്നെങ്കിലും പ്രൈസ് കിട്ടണം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണം, അങ്ങനെ എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തു നോക്കും, ഒരു ട്രയൽ എടുക്കും. പക്ഷേ അത് ശരിയായില്ലെങ്കിൽ പോട്ടെ, എന്നെ കൊണ്ട് ഇനി ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകും. അതില് ഫലം കിട്ടിയാൽ, നല്ല ഫലം കിട്ടിയാൽ അത് എന്റെ മിടുക്ക്, ഭഗവാന്റെ മിടുക്കല്ല, എന്റെ മിടുക്കാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് അഭിമാനിക്കുകയും ചെയ്യും. നേരെ മറിച്ച് തമോ ഗുണിയാണെങ്കിലോ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, വല്ലതും കഴിച്ചിട്ട് ഉടങ്ങണം, കിടന്നുറങ്ങാം എന്നാണ് തമോ ഗുണി വിചാരിക്കുക. അങ്ങനെ ഈ 3 ഗുണങ്ങളുള്ളവരും നമുക്ക് ചുറ്റുമുണ്ട്, നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട്. നമ്മളെല്ലാവരും തന്നെ അങ്ങനെയൊക്കെയാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഗുണങ്ങൾ മുന്നിട്ട് നിൽക്കുന്നതാണ്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 തരം: ജ്ഞാനം, ശ്രദ്ധാച കർത്ത, വസതിരപി സുഖം, കർമ്മ, ആഹാരഭേദ. ഇതിലെല്ലാം ഭേദങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഈ 3 തരം ആൾക്കാർക്കും ഇത് ഓരോന്നിനും ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും 3 തരമുണ്ട്. ഇപ്പൊ സാത്വികനായ ഒരാളുടെ അറിവ്, ജ്ഞാനം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തതായിരിക്കും, ഒരിക്കലും നശിക്കത്തില്ല. അത് മറ്റുള്ള തലമുറകളായിട്ട് പകർന്നു നൽകി ആ അറിവ് ഇവിടെ തന്നെ നിൽക്കും. രാജസികനാണെങ്കിലോ ഇപ്പൊ പറഞ്ഞതുമാതിരി വലിപ്പച്ചെറുപ്പമാണ്. ഞാനത് ചെയ്തു, 10 പേര് അറിയണം, അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഭിന്ന ദർശനമാണ് അവർക്കുള്ളത്. എന്നാൽ തമോ ഗുണികളാണെങ്കിലോ, തമോ ഗുണികൾക്ക് അവരൊരു ടൈപ്പ് ഓഫ് നിരീശ്വരവാദികളാണ്. നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇല്ല എന്ന് പറയുന്ന കുറെ ആൾക്കാർ നമുക്കിടയിൽ ഉണ്ടല്ലോ, അല്ലെ? അതെങ്ങനെ പറയാൻ പറ്റും അറിയില്ല. പറയാനുള്ള ആ ഒരു കഴിവ് പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നുണ്ടെങ്കിൽ നമുക്കത് പറയാനോ എഴുതാനോ ഒക്കെ പറ്റുള്ളൂ. അതൊന്നും അവർക്കറിയില്ല. ഇതൊന്നുമില്ലാതെ സത്തങ്ങ് പോയി കഴിഞ്ഞ് അവർ തന്നെ ജഡമായി കിടക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ നിരീശ്വരവാദിയാണ് എന്ന് എഴുന്നേറ്റെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അവർക്കതൊന്നും അറിയാൻ വയ്യാത്ത, യാതൊരു യുക്തിയുമില്ലാത്ത കാര്യങ്ങളാണ് ഈ യുക്തിവാദികളായ നിരീശ്വരവാദികൾ പറയുന്നത്. അതൊക്കെ തമോ ഗുണിയാണ്. അപ്പൊ ഇവിടെ പറയുന്ന ആ ജ്ഞാനം, അറിവ്, ആ അറിവില് 3 തരം അറിവാണ് ഈ 3 പേർക്കും ഉള്ളത്. പിന്നെ ശ്രദ്ധ, ജ്ഞാനം, ശ്രദ്ധാച കർത്ത, വസതി, താമസിക്കുന്ന സ്ഥലവുമുണ്ട്, സുഖം, കർമ്മം, ചെയ്യുന്ന കർമ്മങ്ങള്, കഴിക്കുന്ന ആഹാരങ്ങള് എല്ലാം. അതാണ് ജ്ഞാനം, ശ്രദ്ധാച കർത്ത, വസതി രവി, സുഖം, കർമ്മ, ആഹാരഭേദ എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ 3 പേരിലെ ഡീറ്റെയിൽഡ് ആയിട്ട് വെവ്വേറെ കാണുന്നുണ്ട്. അപ്പൊ ശ്രദ്ധ എന്ന് പറയുന്നത് സത്വഗുണിക്കാണെങ്കിൽ എല്ലാത്തിലും ശ്രദ്ധയുണ്ടാകും. എങ്ങനെ? എല്ലാം വിശ്വസിക്കും. ഞാന് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്, ഞാൻ കേട്ട കാര്യങ്ങൾ ശരിയാണ്, ഞാൻ ഇനി ചെയ്യുന്നതും ശരിയാണ് എന്നുള്ളൊരു സംശയമില്ലാതെ ഒരു ദൃഢമായിട്ടൊരു ദൃഷ്ടി ഉണ്ടാവും. അത് സാത്വിക ഗുണക്കാർക്ക്. എന്നാൽ അവരെപ്പോഴും
ദൈവിക ആരാധനയായിരിക്കും, സംസ്കാരം നല്ല സംസ്കാരമായിരിക്കും. നല്ല സംസ്കാരമുള്ളവർക്കും ചേരുള്ളൂ. അത് സാത്വിക സംസ്കാരം അങ്ങനെയാണ്. രാജസ ഗുണമുള്ളവരാണെങ്കിൽ അവർക്ക് ആരാധിക്കാനായിട്ടുള്ളവര്, അവർക്ക് ശ്രദ്ധ യക്ഷന്, രക്ഷസ് എന്നൊക്കെ, അതാണ് ഇവിടെ പറയുന്നത്. താമസക്കാരാണെങ്കിലോ, തമോ ഗുണികൾ, താമസ ഗുണം, അവർക്കാണെങ്കിൽ എന്തെങ്കിലും ഭൂതപ്രേത പിശാചുക്കളോ അങ്ങനെയൊക്കെ, അവർക്ക് ദൈവത്തിലൊന്നും ഒരു ഇതുമില്ല. ഭൂതപ്രേത പിശാചുക്കളുണ്ട്, അവരുടെ ആ വഴിയൊക്കെ പോകും. അതായത് ഇപ്പോഴത്തെ കാലത്ത് അറിയാമല്ലോ, ടൈപ്പ് ഓഫ് നെഗറ്റിവിറ്റി, ഡ്രഗ് അഡിക്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ, ആർക്കും വേണ്ടാത്ത കുറെ കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങ് പോകും. ആ ഒരു ഇതാണ് അവരുടെ ശ്രദ്ധ. ആ ശ്രദ്ധ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ മനസ്സുപോലെ ആയിരിക്കും നമ്മുടെ മനസ്സുപോലെ ആയിരിക്കുമെല്ലാം എന്ന് പറയും. മനസ്സെങ്ങനെയോ, നമ്മൾ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ ആയിരിക്കും നമുക്ക് വരുന്നത്. നല്ല ചിന്തയാണെങ്കിൽ നല്ലത് വരും, മോശം ചിന്തയാണെങ്കിൽ മോശം വരും, അങ്ങനെ പറയില്ലേ. നമ്മുടെ മനോഭാവത്തിനനുസരിച്ച് ലോകത്തിന്റെ നിറമേ മാറുന്നു എന്നാണ് സാധാരണ നമുക്ക് ചുറ്റും നമ്മൾ എപ്പോഴും കാണാറുള്ള കാര്യങ്ങളാണ്. എങ്ങനെ നമ്മളെപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് കാര്യങ്ങളായിരിക്കും വരും, നെഗറ്റീവ് വരും. പക്ഷേ നമ്മൾ അത് പോസിറ്റീവ് ആക്കി എടുക്കാൻ അങ്ങേയറ്റം ശ്രമിക്കും. നേരെ മറിച്ച് എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല തന്നെ, ഒന്നും പിന്നെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ട്രൈ അങ്ങനെ നമുക്ക് എടുക്കാം എന്നൊരു മനസ്സുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ അതിൽ എത്തിച്ചിരിക്കും. നമുക്ക് സന്തോഷമുള്ളപ്പോൾ ലോകം മധുരവും മനോഹരവുമായി നമുക്ക് തോന്നും. നമ്മുടെ മനോഭാവം മാറുമ്പോൾ അതേ ലോകം തന്നെ കഥനവും കണ്ണുനീരും നിറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടും. കൂടാതെ ഗാഠനിദ്രയിലാകുമ്പോൾ, അതായത് നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ, മനോബുദ്ധികൾ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ, അപ്പൊ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല, മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നില്ല. ശ്വാസമുണ്ട്, ഏകദേശം ഒരു മരണം പോലെ തന്നെയാണ് നമ്മളുടെ ഉറക്കം. സുഖത്തിന്റെയും ദുഃഖത്തിന്റെയുമായ ലോകം തീരെ അപ്രത്യക്ഷമായി ഭവിക്കുന്നു. അപ്പോൾ ഉറങ്ങുമ്പോൾ നമുക്ക് സുഖവുമില്ല, ദുഃഖവുമില്ല, ഒന്നുമില്ല, സ്വസ്ഥം, മരണം പോലെ തന്നെ. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവുന്നു, നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള ലോകവും. നമുക്ക് മനസ്സില്ലെങ്കിൽ ലോകവും ഇല്ല. മനസ്സ് നന്നായിരുന്ന നല്ല ലോകം, മോശമായ ലോകം. ഞാൻ എന്റെ മനസ്സുകൊണ്ട് എന്റെ ലോകം സൃഷ്ടിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ലോകം സൃഷ്ടിക്കുന്നു, മറ്റൊരാളുടെ മനസ്സുകൊണ്ട് മറ്റൊരു ലോകം സൃഷ്ടിക്കുന്നു. അപ്പൊ ഓരോരുത്തർക്കും ഉള്ള ഈ ത്രൈഗുണ്യാത് ഭിന്ന രൂപം, അതാണ് പറയുന്നത്, ത്രൈഗുണ്യാത് ഭിന്ന രൂപം. അത് ഒരൊറ്റ ശ്ലോകം തന്നെ കുറെ ഉണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ നമുക്ക് ഇത്രയും ഒരുപാട് ഡീറ്റെയിലിങ്ങിലോട്ട് പോകാൻ സമയവും നമുക്ക് തികയുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ മനസ്സുകൊണ്ട് അയാളുടെ ലോകം സൃഷ്ടിക്കുന്നു. അതിനാൽ തത്വശാസ്ത്രത്തിൽ ദൃഷ്ടിയിൽ സമഷ്ടി മനസ്സിന്റെ സൃഷ്ടിയാണ് സമഷ്ടി പ്രപഞ്ചം. ഈ സമഷ്ടി പ്രപഞ്ചം, സമഷ്ടി മനസ്സ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ് കേട്ടോ, പരമാത്മാവ്. സസ്യലോകത്തിന്റെ അവികസ മനസ്സും മൃഗലോകത്തിന്റെ അല്പവികസിത മനസ്സും മനുഷ്യലോകത്തിന്റെ വികസിത മനസ്സും ഉൾപ്പെടുന്നു. പറയുന്നത് സസ്യലോകത്തിന് അവികസിത മനസ്സ്, മൃഗലോകത്തിന് അല്പം വികസിത മനസ്സ്, മനുഷ്യർക്കോ വികസിത മനസ്സ്. മനുഷ്യർക്ക് മാത്രം ഭഗവാൻ തന്നിട്ടുള്ളതാണ് വികസിത മനസ്സ്, മനോബുദ്ധി, ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള കഴിവ്. ഇങ്ങനെ യുക്തിബോധമുള്ളവർക്കെല്ലാം സ്വീകാര്യമാണ് ഈ ഒരു ഈശ്വര സിദ്ധാന്തം. അതാണ് ഉത്തമ ഭക്തി എന്ന് പറയുന്നതും ഈ ത്രൈഗുണ്യ ഭിന്നരൂപം. എല്ലാവരും ഈ മൂന്ന് പേരും മൂന്ന് രീതിയിൽ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. സത്വ, തമോ, രജോ ഗുണികൾ. പിന്നീട് എന്താണ്? വസതി. അവര് താമസിക്കുന്ന വസതിക്കും ഉണ്ട്. എങ്ങനെയാണ് അവര് ചിലപ്പോൾ രാജകീയമായിട്ടോ അതല്ലെങ്കിൽ അവരെങ്ങനെ വസതി അവരുടെ വെച്ചിരിക്കുന്നു എന്നുള്ളത്. വസതി എന്ന് പറഞ്ഞാല് നമ്മൾ താമസിക്കുന്ന വീട് തന്നെ ആകണം എന്നില്ല, നമ്മളുടെ ശരീരമാകാം. ഭഗവാൻ ഇരിക്കുന്ന ഒരു വീടാണ്, ഗൃഹമാണ് നമ്മളുടെ ശരീരം, അല്ലെ? അതും ആകാം. പിന്നെ അതേപോലെ കർത്ത, വസതി, കർമ്മം എല്ലാം ഉണ്ട്. കർത്താവ് എന്ന് പറയുമ്പം സാത്വികരാണെങ്കിൽ ആസക്തിയും അഹന്തയും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ പോകുന്നവരാണ് സാത്വികനായ കർത്താവ്. പരാജയങ്ങളിലൊന്നും ഇളകത്തില്ല. എനിക്കൊരു പരാജയം വന്നാൽ അയ്യോ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ വിഷമിച്ചിരിക്കില്ല. ഞാൻ ഇനിയും ആ പരാജയത്തിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കി ഞാൻ മുന്നേറും. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് പറഞ്ഞിട്ട് അവര് മുന്നോട്ട് തന്നെ പോകും. രാജസ ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണ്? രജോ ഗുണികളാണെങ്കിൽ അവര് ചിലപ്പം ഒന്നിലും നല്ലത് കാണില്ല,
എന്തെങ്കിലും കുറെ ധനമുണ്ടെങ്കിൽ അത് പിശുക്കി പിശുക്കി വെച്ചിട്ടുണ്ടാവും, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കില്ല. പിന്നെ ഞാൻ തന്നെ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കും, മത്സരബുദ്ധി. ഇനി അഥവാ ഞാൻ എന്തെങ്കിലും ചെയ്തു, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ മാതിരി ഒരു അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പാർക്കിലോ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു സാധനം പൈസ ഇഷ്ടംമാതിരി ഉള്ളത് കൊണ്ട് ഒന്ന് ചെയ്തു കളയാം എന്ന് പറഞ്ഞാൽ തുല്യതായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കും അല്ലെ, ഇത് ഇന്ന ആളുടെ വക എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അത് എനിക്ക് അതിന്റെ അംഗീകാരം കിട്ടണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക്. 3 തരം കർത്താക്കളെയാണ് പറയുന്നത്. മത്സരബുദ്ധിയും, പിന്നെ മനസ്സിന് ഒരു ശുദ്ധിയും വൃത്തിയും ഒന്നും ഉണ്ടാവില്ല. അവരുടെ മനസ്സിൽ എപ്പോഴും ചീത്ത ചിന്തകളൊക്കെ ആയിരിക്കും വരിക. പിന്നെ താമസക്കാരൊക്കെ ആണെങ്കിൽ ഇതൊന്നുമില്ല, അവർക്ക് ഒരു സ്ഥിരതയില്ല, വാക്കിലോ പ്രവൃത്തിയിലോ ഒന്നിലും ഒരു സ്ഥിരതയില്ല, ഒരു മാതിരി പ്രാകൃത ചിന്താഗതി, അവർക്ക് ചിന്ത തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നീച ആൾക്കാരായിരിക്കും, എന്തുണ്ടെങ്കിലും തർക്കിക്കും, അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും തമോ ഗുണികൾ. ഈ തമോ ഗുണികൾ ഇവിടെ പറയുന്ന കർത്താവിൽ. പിന്നെ ഇവരെല്ലാം താമസിക്കുന്ന വസതി എന്ന് പറയുന്നത്, നമ്മൾ താമസിക്കുന്ന നമ്മള് ഇഷ്ടികയെ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീടല്ല, നമ്മളുടെ വീട് എന്നുള്ളത്, നമ്മളുടെ ഭഗവാൻ ഇരിക്കുന്ന വീട് എന്നുള്ളതാണ് കൂടുതൽ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാത്വിക ഗുണം കൂടിയിരിക്കുമ്പോൾ നമ്മൾ മരിച്ചാല് ആ മരിക്കുന്ന ആള് നമ്മൾ പറയും സ്വർഗത്തിൽ എത്തുമെന്ന്. പക്ഷെ സ്വർഗം ഉണ്ടോ ഇല്ലയോ നമ്മൾ പോയിട്ട് വന്നാലല്ലേ നമുക്കറിയുള്ളൂ. ഇപ്പൊ നമുക്ക് വളരെ അറിവും വിവരവും ജ്ഞാനികളുടെ അടുത്തെത്തും എന്നാണ് പറയുന്നത്. സാത്വിക ഗുണം കൂടി നിൽക്കുമ്പോൾ നമ്മള് ഈ ആത്മാവ് ദേഹം വിട്ടു പോയാൽ. രജോ ഗുണമാണെങ്കിൽ വീണ്ടും രജോഗുണിയായിരിക്കുന്ന സമയത്താണ് മരിച്ചു. ഇപ്പൊ നമ്മൾ കുറെ നാള് തമോ ഗുണിയായി, പിന്നെ രജോ ഗുണിയായി, പിന്നെ മരിക്കാൻ സമയമായപ്പോൾ സത്യഗുണായ ഉള്ള ഒരാളായി, നല്ല ഒരാളായി എന്ന് വെച്ചു. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ജ്ഞാനികളുടെ അടുത്ത് പോകാനുള്ള ഭാഗ്യം കിട്ടും. അത് സ്വർഗലോകമാണോ എന്നൊന്നും നമുക്കറിയില്ല, പോയിട്ട് ഇതുവരെ ആരും തിരിച്ചു വന്നിട്ടില്ലാത്തതുകൊണ്ട്. അപ്പോ രജോ ഗുണം ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അവർ ഈ ചെയ്ത കർമ്മങ്ങൾ, അവർക്ക് കുറെ കർമ്മങ്ങൾ പറഞ്ഞേപ്പിച്ചിട്ടുണ്ടാവും ഇങ്ങോട്ട് വരാൻ, അതേ കർമ്മങ്ങൾ ഇനിയും ചെയ്യാനുള്ളത് കൊണ്ട് അവര് ഒരുപാട് ജോലിപ്പാടും കർമ്മങ്ങളും ചെയ്യാനുള്ള ഇടത്തേക്ക് തന്നെ വന്ന് വീണ്ടും ജനിക്കും. രജോ ഗുണികളാണ് തമോ ഗുണികളാണ് ഈ പ്രാണികളായിട്ട്, പാറ്റയായിട്ട്, നമുക്ക് വേണ്ട നമ്മളെല്ലാം ചവിട്ടിക്കൊല്ലുന്ന സാധനങ്ങളില്ലേ, അങ്ങനത്തെ ആൾക്കാരായിട്ടൊക്കെ വന്ന് പിറക്കുന്നത്. ഒരു കഴിഞ്ഞ ജന്മത്തില് ഇവര് തമോ ഗുണികളായിരിക്കും ആയിരുന്നവരാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇനിയും കൊണ്ട് ഒരുപാട് പറയാൻ. പിന്നെ ഇവര് കഴിക്കുന്ന ആഹാരത്തിലുണ്ട്. നമ്മൾ ഓരോരുത്തരും കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് നമ്മുടെ സ്വഭാവങ്ങളും രീതികളും ഒക്കെ മാറുന്നു ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ഇതെല്ലാം പ്രാഹുർ നൈർഗുണ്യദിഷ്ടം തദനു ഭജനതോ മംക്ഷു സിദ്ധോ ഭവേയം. മംക്ഷു സിദ്ധോ ഭവേയം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്ന്, മംക്ഷു എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റസ്റ്റ് എന്നർത്ഥം. പെട്ടെന്ന് ഇതെല്ലാം നമുക്ക് കിട്ടും, ഇതിനൊന്നും ഒരു താമസം ഉണ്ടാവില്ല. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം, സമയം വളരെ കുറവാണ്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, ശ്ലോകം ഞാൻ വായിക്കുന്നില്ല, അത്രയും സമയം കൂടെ കളയുന്നില്ല, ഉള്ള കാര്യങ്ങൾ പറഞ്ഞു വേഗം വേഗം പോകാം. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, സർവവും ഭഗവന്മയമായി കണ്ട് എല്ലാറ്റിലും ഇരിക്കുന്നത് ഭഗവാനാണെന്ന് തന്നെ കാണണം. എന്നിലുള്ളതും നിങ്ങളിലുള്ളതും അടുത്തിരിക്കുന്ന ആളിലുള്ളതും എല്ലാവരിലും ശത്രുക്കളിലും മിത്രങ്ങളിലും ഒക്കെ ഇരിക്കുന്നത് ഭഗവാനാണ്. അതിൽ മാത്രമല്ല സകല ചരവും അചരങ്ങളുമായിട്ടുള്ള എല്ലാത്തിലും, ഈ പറഞ്ഞ പ്രാണികളിലും പക്ഷികളിലും മൃഗങ്ങളിലും സസ്യലതാദികളിലും എല്ലാം പ്രകൃതിയിലെല്ലാം ഇരിക്കുന്നത് ഒരേ ഒരു പരമാത്മാവാണ്. അത് തന്നെയാണ് നമ്മളിലും ഇരിക്കുന്നത്. നമ്മൾ വളരെ ഉറച്ച് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അസൂയ, കുശുമ്പ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങ് വിട്ടുകളഞ്ഞിട്ട് ലോകം മുഴുവനും നമുക്ക് ചുറ്റും സന്തോഷം ഉള്ളതാക്കി തീർക്കണം. എന്താണ് ഇവിടെ? സമമതിർ മുച്യമാനാവമാന സ്പർദ്ധ അസൂയാദി ദോഷ. അതെല്ലാം നമ്മൾ സ്പർദ്ധ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള ദേഷ്യം, എന്തെങ്കിലും ചെയ്ത് അവരോട് നമുക്ക് എന്നും ഒരു വെറുപ്പ്, അതൊക്കെ മാറ്റി വെച്ചിട്ട് അവരിലിരിക്കുന്നതും ഭഗവാനാണ്, നമ്മളിലിരിക്കുന്നതും ഭഗവാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനെ ശിഷ്ടരെയും ദുഷ്ടരെയും ഒന്നായി കാണാമെങ്കിൽ നമുക്ക് നല്ലൊരു ഉപാസകനാകാം. നല്ലൊരു ഐക്യബോധം വേണം, സമഭാവം ഉണ്ടാവണം, തിദിക്ഷ ഉണ്ടാവണം. അതൊക്കെ നമുക്ക് ഉണ്ടാകണം എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തില് പറയുന്നത്. അങ്ങനെ ഒരു സാധനയിൽ നമ്മൾ
ചെന്നെത്തുന്നു എന്ന് വിചാരിച്ചോളൂ. സമഭാവത്തിൽ അടുത്തതിൽ പറയാം. അടുത്ത 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അങ്ങനെ നമ്മൾ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്താകും? നമുക്ക് ആനന്ദ ചിത്തരാകും, അല്ലെ? നമ്മളുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ എന്താണോ നമുക്ക് ചുറ്റുള്ളത് അത് തന്നെ ആയിരിക്കും. ആനന്ദമാണ് ഉള്ളിലെങ്കിൽ ചുറ്റും നമുക്ക് ആനന്ദം മാത്രമായിരിക്കും എപ്പോഴും, അല്ലെ? എപ്പോഴും നമ്മൾ വിഷമിച്ച് കരഞ്ഞു വിളിച്ചിരുന്നാലോ നമുക്ക് ചുറ്റും കാണുന്നതെല്ലാം എന്ത് കണ്ടാലും നമുക്കൊരു വിഷാദത്തിലേക്ക് പോകും, അല്ലെ? അതങ്ങനെയല്ലേ അനുഭവങ്ങള്? കഴിയുന്നതും ആനന്ദത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് മനസ്സിൽ നമ്മൾ ആനന്ദം നിറയ്ക്കുക. അപ്പോൾ അത് കുറച്ചെങ്കിലും ചുറ്റും പ്രസരിക്കും. ഒരിക്കൽ അനുഭവിച്ചറിഞ്ഞാൽ പിന്നെ ഈ ജന്മം കഴിഞ്ഞാൽ പോലും അടുത്ത ജന്മത്തിൽ പോലും നശിക്കില്ല ഇങ്ങനെയുള്ളവരുടെ സ്വഭാവവിശേഷങ്ങൾ. ആരാധന അസ്വഭാവമായി അനുഗ്രഹമായി ഭവിക്കും. നമുക്ക് ആസ്വദിച്ച് ആരാധിക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ ഒരു ഈ ജന്മത്തിൽ നമ്മൾ അങ്ങനെ കാണാൻ നമുക്ക് കഴിയുമെങ്കിൽ എത്ര പേർക്ക് കാണാൻ കഴിയും അറിയില്ല. നമ്മളൊക്കെ ആ ലെവലിലേക്കൊക്കെ എത്തും തീർച്ചയായിട്ടും. അപ്പോ നമുക്ക് അടുത്ത ജന്മത്തിൽ പോലും എന്താണ് ഈ ഒരു സന്തോഷം നിലനിൽക്കുന്നതാണ്. നമ്മൾ കണ്ടില്ലേ, ചിലരെയൊക്കെ എപ്പോഴും സന്തോഷമാണ്, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷമാണ്. അപ്പൊ അവരുടെ മുജ്ജന്മം ഇങ്ങനെ അവരെ പിന്തുടരുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ വിചാരിക്കില്ലേ, വൈ മീ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കും. പല കാര്യങ്ങൾ നമുക്ക് വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് എന്താണ് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, ആരെയും ഉപദ്രവിച്ചില്ലല്ലോ, ഞാൻ നല്ല കാര്യം മാത്രം ചെയ്യുന്നു, ഭഗവാനെ വിളിച്ചിരിക്കുന്നു, എന്റെ ഭഗവാനെ എന്താണ് എനിക്കിങ്ങനെ തന്നത് എന്ന് നമ്മൾ ചോദിക്കില്ലേ? അതെന്താ? നമ്മളിപ്പൊ ചെയ്യുന്നതായിരിക്കില്ല. മേ ബി മുജ്ജന്മത്തില് നമ്മള് ചിലപ്പോ രജോഗുണിയോ തമോഗുണിയോ ഒക്കെ ആയിരുന്നിരിക്കാം. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം, അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ചൈനം ഭക്തിയോഗം ദൃഢയുമേ ആദ്യം ആരോഗ്യമായ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ ഭക്തിയും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആയുസ് വേണം, ആരോഗ്യം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ഇന്നിപ്പോ യോഗ ഡേ ആണ്, നമുക്ക് യോഗ ചെയ്യണം, നമുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഗ്രൂപ്പിന്റെ കൂടെ യോഗ ചെയ്യണം, അവിടെ വരെ പോകാനുള്ള ആരോഗ്യം വേണം, ആ ദിവസം വരെ നമുക്ക് ആയുസ്സും വേണം, അല്ലെ? അത് രണ്ടും നമുക്ക് വേണം. ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ ആരോഗ്യമായുർ ദൃഷ്ട്യാതത്രാഭിസേവ്യന്തവചരണമഹോ ഭേഷജായേവ ദുഗ്ധം എന്നാണ് പറയുന്നത്. അതെന്താണ് പറയാം? ഭേഷജായേവ ദുഗ്ധം എന്ന് പറഞ്ഞാൽ അറിയാലോ, പാലാണ്. അപ്പൊ ഭക്തിയിൽ ആറാടി നിൽക്കണമെങ്കിൽ നമുക്ക് ആയുസ് വേണം, അത്യാവശ്യമാണ് ആയുസ്സും ആരോഗ്യം. ആയുരാരോഗ്യത്തിനായിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമ്മൾ ആശ്രയിക്കാൻ വേണം. നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കുറെ ആകുമ്പോൾ നമ്മള് ചിലപ്പോൾ ഭഗവാനെ നമ്മൾ വിട്ടുകളയും, അല്ലെ? ഭഗവാനെ വിട്ടുകളയെന്ന് പറഞ്ഞാൽ ഭഗവാനെ അങ്ങ് മറന്ന മാതിരി അങ്ങിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ ചെറിയ വിഷമങ്ങളൊക്കെ വരുമ്പോൾ വീണ്ടും ഭഗവാനെ, വേറെ ആരെയാ വിളിക്കുക? നമുക്ക് ആരുമില്ല, അല്ലെ? ഭഗവാനെ തന്നെ നമ്മളെ വിളിക്കാം. അപ്പൊ നമ്മൾ ഭക്തി ഈ പറഞ്ഞ നല്ല സദ്ഗുണങ്ങളും സത്കർമ്മങ്ങളും ഒക്കെ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഭഗവാൻ നമ്മളിലുണ്ട് എന്നുള്ള പൂർണ്ണമായ വിശ്വാസം വേണം. ആ വിശ്വാസത്തിൽ നമുക്ക് ഇതെല്ലാം ചെയ്ത് പ്രാവർത്തികമാക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ആയുരാരോഗ്യ സൗഭാഗ്യം വേണം. രണ്ടിനും നമുക്ക് ഭഗവാനെ വിളിക്കണം, അല്ലെ? അത് ഇവിടെ പറയുന്നുണ്ട്, ചരണമഹോ ഭേഷജായേവ ദുഗ്ധം. വെച്ചാൽ നമ്മൾ പാലിനെ ആശ്രയിക്കുന്ന പോലെ നമ്മൾ ഭഗവാനെ ആശ്രയിക്കാവുന്ന എന്ന് വെച്ചാല് അവിടുത്തെ ഒരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാല് നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ നിറയെ പാല് കുടിക്കും, അല്ലെ? നിറച്ച് പാല് കുടിക്കും. എന്നാൽ അതേ പാല് കുടിച്ച് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും അസുഖം ഒരുപാടായി കഴിഞ്ഞാൽ അതായാലും അധികമായാലും അമൃതം വിഷം എന്ന് പറയുന്ന പോലെ അതുമാകാം. അതല്ലാതെ തന്നെ മറ്റെന്തെങ്കിലും രോഗപീഠകൾ വരുമ്പോൾ നമ്മൾ വൈദ്യന്റെ അടുത്ത് പോകുമ്പോൾ വൈദ്യൻ എന്താ പറയാ? ഇന്ന ഒരു മരുന്ന് പാലിൽ അരച്ച് കഴിക്കൂ എന്ന് പറയും, അല്ലെ? അപ്പൊ പാല് നമുക്ക് ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യമില്ലാത്തപ്പോഴും പാല് നമുക്ക് ആവശ്യം വരും. അതേപോലെ നമുക്ക് ഭഗവാനെ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. പാലിന്റെ കഥ വളരെ രസമാണ്, അല്ലെ? പാല് നമുക്കിപ്പോ നമ്മൾ ശരിക്കും പാലിനെ ഒക്കെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പാല് ഒറ്റ ദിവസത്തിൽ ചീത്തയായി പോവല്ലേ? നമുക്കിപ്പോ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊക്കെ ആയി പോയാൽ നമ്മൾ വളരെ വിഷമിച്ച് നമ്മളങ്ങ് ഇല്ലാണ്ടായി എന്ന് വെച്ചു. അപ്പൊ നമ്മൾ പാലിന്റെ കാര്യം ഓർത്താൽ മതി. പാല് ഈ ചുറ്റുപാടുകള് കൊണ്ട്, ചൂടോ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് അത് ചീത്തയായി പോകും. അതേസമയം നമ്മൾ ആ പാല് കൂട്ടി മോരാക്കിയാലോ, ആ പാല് മോരായിട്ട് ഒരു എത്ര ദിവസം ഇരിക്കും? ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കും തോന്നും. അതും പുളിച്ച് ചീത്ത ആയി പോകും.
അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അതിന്ന് വെണ്ണ കടഞ്ഞെടുക്കാം. വെണ്ണ കടഞ്ഞെടുത്താലോ ഒരാഴ്ചയെ കൂടുതൽ വെണ്ണയായിട്ടിരിക്കും. ആ വെണ്ണ ഒരിക്കൽ നെയ്യാക്കിയാലോ അത് ഒരു മാസത്തിലിരിക്കും, അല്ലെ? അപ്പൊ ആ ഒരു ദിവസത്തിൽ ചീത്തയാകാൻ പോയ പാല് ഒരു മാസം വരെ നമുക്ക് സുഖമായിട്ട് ഫ്രിഡ്ജിലൊന്നും അല്ലാതെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതാണ് ഒരു പാലിന്റെ സ്വഭാവം, അല്ലെ? പാലിന്റെ ഒരു വൈശിഷ്ട്യം. നമുക്കൊക്കെ അതേപോലെ ആകാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ എപ്പോഴും ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ, അതൊക്കെ നമുക്ക് സാധ്യമാകട്ടെ. അതാണ് പാലിന്റെ കഥ ഇവിടെ പറയുന്നത്. മാർക്കണ്ഡേയോഹി പൂർവ. ഇനി മാർക്കണ്ഡേയന്റെ കഥ വരുന്നതേ ഉള്ളൂ. മാർക്കണ്ഡേയന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോ നമ്മള് സംശയനം ഭക്തിയോഗം, നമ്മള് മാർക്കണ്ഡേയനെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളത്, ഇവിടെ പറയുന്ന മാർക്കണ്ഡേയന് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഭക്തനാണ്. നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളത്, നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ളത്, ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കണ്ഡേയനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവല്ലേ? എല്ലാവർക്കും അറിയാമല്ലേ? മാർക്കണ്ഡേയൻ ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇരിക്കുന്നു. അങ്ങനെ ശിവഭഗവാൻ രക്ഷിച്ചു എന്നൊക്കെയാണ് നമ്മള് ഇതുവരെ കേട്ടിട്ടുള്ളത്. ഇവിടെ ഈ മേൽപ്പത്തൂരിന്റെ അകൈതവമായ ഭക്തിയായിരിക്കാം മാർക്കണ്ഡേയനും ഒരു ചിരഞ്ജീവിയാണ്. നമുക്കറിയാമല്ലോ, ഹനുമാനെ പോലെയൊക്കെ ഒരു ചിരഞ്ജീവിയാണ്. എങ്ങനെ ചിരഞ്ജീവിയായി എന്നുള്ളതിൽ ഇവിടെ പറയുന്നുണ്ട്. മാർക്കണ്ഡേയന്റെ കഥ മഹാവിഷ്ണുവിന്റെ ഭക്തനായിട്ട്, കൃഷ്ണഭക്തനായിട്ടാണ് ഇവിടെ മേൽപ്പത്തൂര് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളത് മഹാദേവന്റെ ഭക്തൻ എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞു അതുപോലെ തന്നെ 16-17 വയസ്സെന്തോ ഉള്ളപ്പോഴാണ് മാർക്കണ്ഡേയന് അത്ര വരെ ജീവിതമുള്ളൂ, ലൈഫ് എന്നാണ് ജ്യോത്സ്യന്മാര് പറഞ്ഞു എന്നൊക്കെ നമ്മൾ കേട്ടില്ല. പക്ഷെ ഇവിടെ 12-13 വയസ്സ് അങ്ങനെ എന്തോ പറയുന്നുള്ളൂ. മാർക്കണ്ഡേയ ചിരായുസഖലു പുനരപി തത്പര പുഷ്പഭദ്രാതീരേ നിന്നെ തപസ്യൻ അതുല സുഖരതി ഷഷ്ടുമന്യുന്തരാണി. അതായത് മാർക്കണ്ഡേയന് 12 വർഷത്തെ ആയുസാണ് ഇവിടെ ജ്യോത്സ്യന്മാര് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ കേട്ടുള്ളത് 16-17 വയസ്സിൽ ശിവഭഗവാനെ ആശ്രയിച്ചു, അദ്ദേഹം രക്ഷിച്ചു എന്നുള്ളതാണ്. എന്നാല് ഇവിടെ കൃഷ്ണഭക്തനായിട്ട് സർവവും വിഷ്ണുമയമാക്കിക്കൊണ്ടാണല്ലോ മേൽപ്പത്തൂരിരിക്കുന്നത്. മേൽപ്പത്തൂരിൽ സർവ്വതും എവിടെ നോക്കിയാലും വിഷ്ണുമയം. അപ്പൊ ആ കൂട്ടത്തിൽ മാർക്കണ്ഡേയനും വിഷ്ണുഭക്തനായി തീർന്നു. അപ്പോ ഇവിടെ പറയുന്നത് ദേവേന്ദ്ര സപ്തമസ്തം, അതായത് 7ാമത്തെ, ഇങ്ങനെ മാർക്കണ്ഡേയൻ ഭക്തിയിൽ ആറാടി ഇങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാർക്കണ്ഡേയന്റെ അകൈതവമായ അചഞ്ചലമായ ഭക്തി കണ്ടിട്ട് ഈ ദേവേന്ദ്രന്, അതായത് ദേവേന്ദ്ര സപ്തമസ്തം, 7ാമത്തെ ദേവേന്ദ്രൻ, അതായത് 6 മന്വന്തരങ്ങള് അദ്ദേഹം കഴിഞ്ഞു പോയത് പോലും അറിയാതെ മാർക്കണ്ഡേയൻ തപസ്സിരുന്നു എന്നാണ്. 6 മന്വന്തരങ്ങൾ. അപ്പൊ 7ാമത്തെ മന്വന്തരത്തിലുള്ള ഈ ദേവേന്ദ്രനാണ് പെട്ടെന്ന് തോന്നും, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, എന്റെ സ്ഥാനവും തെറിക്കും. എപ്പോഴും ഉള്ളതാണ് ദേവേന്ദ്രൻ ഇങ്ങനെ, അല്ലെ? ആരെങ്കിലും തപസ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് തപസ് ചെയ്ത് അവസാനം എന്റെ സ്ഥാനത്ത് കയറി വരൂ, വരം ചോദിച്ച് എന്റെ സ്ഥാനം പോകുമോ എന്ന് പേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ ഇവിടെയും എന്ത് ചെയ്യും? സുരയുവതി സുരയുവതി എന്ന് പറഞ്ഞാൽ ഈ രംഭതിലോത്തമ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയുള്ള സുരയുവതികളെ മാർക്കണ്ഡേയന്റെ തപസ് മുടക്കാനായിട്ട് പറഞ്ഞു വിടും. ഈ 7ാമത്തെ ദേവേന്ദ്രൻ ബ്രഹ്മാനന്ദനായി ഇത്രയും നാള് തപസ് ചെയ്ത മാർക്കണ്ഡേയ മഹർഷി 7ാം മന്വന്തരത്തിൽ എത്തിയത് പോലും അറിയുന്നതേയില്ല. ഇനി തപസ് ഇളക്കുകയേ മാർഗമുള്ളൂ എന്ന് മനസ്സിലാക്കിയ 7ാമത്തെ ദേവേന്ദ്രൻ ദേവസ്ത്രീകളെ നിയോഗിച്ചു. ഈ ദേവസ്ത്രീകളെ നിയോഗിച്ചു. സുരയുവതി മരുന്മന്മഥൈർ മോഹയിഷ്യൻ, ഇവരെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. പക്ഷേ എന്ത് പറ്റിയെന്നറിയാമോ? മാർക്കണ്ഡേയ മഹർഷിയുടെ ആ ഉഗ്ര തപസ്സിന്റെ ആ ചുടു നിശ്വാസത്തിൽ ഈ സുര സ്ത്രീകളെല്ലാം ഒരു പുഷ്പം വാടുന്ന പോലെ വാടിത്തളർന്നു പോയി. അവരെ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ദേവേന്ദ്രൻ വിചാരിച്ചിട്ട് ഒന്നുമേ പറ്റിയില്ല. ഭഗവാനെ അങ്ങയുടെ ഭക്തിയിൽ അടിയുറച്ചു നിൽക്കുന്ന ഭക്തനെ അങ്ങ് ചേർത്ത് പിടിച്ചേക്കുവാണല്ലോ എന്നാണ് ഇവിടെ മേൽപ്പത്തൂര് പറയുന്നത്. 6ാമത്തെ ശ്ലോകം നോക്കാം. മാർക്കണ്ഡേയ മഹർഷിയെ കാണാനായിട്ട് ഇനി നരനാരായണന്മാർ എത്തുന്നതാണ് 6ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്.
ഭഗവാനെ കൊണ്ട് ആനന്ദത്തിൽ ആറാടി നിന്ന മാർക്കണ്ഡേയനോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ഭഗവാൻ ചോദിക്കും. അപ്പോ ഭഗവാൻ പറയുന്ന മാർക്കണ്ഡേയ മഹർഷി പറയും, എനിക്ക് ഒരു വരവും വേണ്ട, ഒന്നും വേണ്ട ഭഗവാനെ, പക്ഷെ എനിക്ക് മായ എന്താണെന്ന് അറിയണം എന്ന് പറയും. മായ ഈ ഇത്രയും നാളും ഈ 6 മന്വന്തരം ഒന്നുമേ അറിയാതെ ഭക്തിയിൽ ആറാടി നിന്ന അദ്ദേഹത്തിന് മായ എന്താണെന്ന് അറിയില്ല. മായയാണല്ലോ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ആദ്യം, ത്രൈഗുണ്യം ഉണ്ടാക്കുന്നത് മായയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ് എന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. വളരെ ശുദ്ധനായ അദ്ദേഹത്തിന് അറിയില്ല. എനിക്ക് എന്താണ് മായ എന്ന് കാണിച്ചു തരണമെന്ന് പറയും. അപ്പം എന്ത് പറയും ഭഗവാൻ ശ്രീകൃഷ്ണൻ? തഥാസ്തു എന്ന് പറഞ്ഞിട്ട് അപ്രത്യക്ഷനാവും. പെട്ടെന്ന് മാർക്കണ്ഡേയ മഹർഷി നോക്കുമ്പോൾ വളരെ വലിയ പ്രളയം വരുന്നു, കൊടുങ്കാറ്റ് വരുന്നു, 7 സമുദ്രങ്ങളോട് ഒന്നായി ചേർന്നിട്ട് വളരെ ഉയരത്തിൽ ഉച്ചത്തിൽ അതിലിങ്ങനെ കിടന്ന് മാർക്കണ്ഡേയ മഹർഷി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് തോന്നാം. അപ്പോ കുറെ ദൂരം നോക്കുമ്പോൾ ഒരു ആലിലയിൽ ഒരു കുഞ്ഞ്, വളരെ ഒരു കുഞ്ഞ്, തീരെ ചെറിയൊരു കുഞ്ഞ് ഒരു ആലിലയിൽ വരുന്നു, നമ്മുടെ ആലിലെ കണ്ണ്. അപ്പൊ എന്നാ നല്ല സുന്ദരനായ കുട്ടി, അതിനെ ഓടിപ്പോയി ഒന്ന് കെട്ടിപ്പിടിക്കാന്ന് വെച്ചിട്ട് വളരെ വേഗത്തില് നീന്തി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും ആ ചെറിയ കുഞ്ഞിന്റെ ഒറ്റ ഉച്ഛ്വാസത്തില് ഈ മാർക്കണ്ഡേയൻ കുഞ്ഞിന്റെ വായിനകത്തേക്ക് കയറിപ്പോവാണ്. അപ്പോ അത് ആരാണ്? നമ്മുടെ ആലിലെ കണ്ണൻ. അദ്ദേഹം അവിടെ മായ കാണിക്കാനായിട്ട് ടൈം കഴിഞ്ഞ് ഇച്ചിരി സ്പീഡിലാക്കി. 7:58 കഴിയേണ്ട, 8:03 സ്പീഡിലാക്കിക്കോളൂ. എനിക്ക് 15 മിനിറ്റേ കിട്ടിയുള്ളൂ ഒക്കെ പറയാം. അപ്പോ പെട്ടെന്ന് ആ 14 ലോകങ്ങളും കണ്ട് അദ്ദേഹം അടുത്ത ഉച്ഛ്വാസത്തിൽ തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അതാണ് തിരിച്ചെത്തുമ്പോൾ മാർക്കണ്ഡേയ മഹർഷി സ്വന്തം ആശ്രമത്തിൽ തന്നെ ഉണ്ട്. ഒരിക്കലും ഒരു വെള്ളത്തിൽ കിടക്കുകയോ കൊടുങ്കാറ്റോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹത്തിന് മായ എന്താണെന്ന് മനസ്സിലായി. തന്റെ ആശ്രമത്തിൽ തന്നെ ഇരുന്ന് മായ എന്താണെന്ന് ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഇനിയും വരുന്നത് 9ാമത്തെ ശ്ലോകത്തിൽ വരുന്നത് ഗൗരിയ സാർത്തുണ്ടത്. മഹാദേവൻ ഈ നമ്മൾ ഭക്തനായ മാർക്കണ്ഡേയനെ അനുഗ്രഹിക്കാനായിട്ട് പാർവതി സമേതനായിട്ട് വരികയാണ്. വന്നിട്ട് തന്റെ ഭക്തനെ അനുഗ്രഹിക്കും. മാർക്കണ്ഡേയന് കൊടുക്കാൻ ഒന്നും വേണ്ട, എല്ലാം അദ്ദേഹത്തിനുണ്ട്. ആ ഭക്തിയിൽ എല്ലാം നിറഞ്ഞാറാടി നിൽക്കുകയാണ്. സർവ്വസിദ്ധികളും ഉള്ള ആളാണ്. എങ്കിലും ഒന്നും ചോദിക്കാതെ തന്നെ മഹാദേവൻ അമരത്വം കൊടുക്കും. അങ്ങനെയാണ് ഒരിക്കലും മരണമില്ലാത്ത ചിരഞ്ജീവിയായിട്ട് അമരനായിട്ട് മാർക്കണ്ഡേയ മഹർഷി വരുന്നത്. ഇനിയിപ്പൊ 10ാമത്തെ ശ്ലോകം പറയുന്നത് സംശയസ്മിൻ സത്യലോകേ വിധരിക്ക്. അതായത് ത്രിമൂർത്തി സ്വരൂപനിൽ വെച്ച് ഏറ്റവും വിശിഷ്ടനാണ് മഹാവിഷ്ണു. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലെ? 3 പേരിൽ നിന്നും 3 തലങ്ങളിൽ, അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, സൃഷ്ടി, സ്ഥിതി, സംഹാരം. വിധി, ഹരി, പുരഭിത്. ഇവിടെ അതാ പറയുന്നത്, വിധി, ഹരി, പുരഭിത്. ഈ വിധി, ഹരി, പുരഭിൻ മന്ദിരാണ്യൂർദ്ധമൂർത്തം. ഇതിലെല്ലാരിലും ഏറ്റവും ഊർദ്ധമൂർത്തമായി നിൽക്കുന്നത് മഹാവിഷ്ണു തന്നെയാണ്. പാലാഴിയിലെയും ഗോകുലത്തിലെയും മറ്റും വിരാജിക്കുന്ന ഭഗവാനെ, സച്ചിദാനന്ദമയമായ ഭഗവാനെ, എന്നെ കാത്തുകൊള്ളണമേ, എന്റെ സർവ്വരോഗങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമെന്ന് മേൽപ്പത്തോർത്താണ് വീണ് അപേക്ഷിക്കുകയാണ്. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വരൂപാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഭക്തിസാന്ദ്രമായ ഒരു സന്ധ്യ ഇവിടെ അവസാനിക്കുന്നു. ഇന്നിവിടെ വളരെ ഭക്തിയോടെ ധ്യാന ശ്ലോകം ചൊല്ലിയ ജയലക്ഷ്മി അക്കയ്ക്കും സ്പഷ്ടമായി സ്റ്റാൻഡിംഗ് ഗൈഡൻസ് നേടിയ ഗിരിജ അക്കയ്ക്കും അത് വളരെ സ്പഷ്ടമായി റിപ്പീറ്റേഷൻ ചെയ്ത പാർവതി അക്ക, ഗീത അക്ക, ഓമന അക്ക അതിനെ വിശദമായി എക്സ്പ്ലനേഷൻ ചെയ്ത് സമയക്കുറവ് കൊണ്ടാണെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത സുനിത അക്കയ്ക്കും, അത് നമുക്ക് ബാക്കപ്പായി നിന്ന രമ അക്കയ്ക്കും സമിതിയുടെ പേരിലും നമ്മൾ ഏവരുടെ പേരിലും നന്ദി പറയുന്നു. ഇതിന്റെ പുറകിൽ അഹോരാത്രം പരിശ്രമിക്കുന്ന ഇന്ദിരാക്കയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇതിന്റെ ഫുൾ സപ്പോർട്ട് നൽകുന്ന ഗോപകുമാർ അണ്ണനും ജിൽജാക്കയ്ക്കും സമിതിയുടെ പേരിൽ നമ്മൾ ഏവരുടെ പേരിലും നന്ദി പറയുന്നു. ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് നോക്കിയിരുന്ന രുക്മിണി ഭാസ്കരൻ അക്കയ്ക്കും സമിതിയുടെ പേരിൽ നമ്മുടെ ഏവരുടെ പേരിലും നന്ദി പറയുന്നു. ഇവിടെ ഇത്രയും സമയം ചെലവഴിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും സമിതിയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി പറയുന്നു. ഇവിടെ ആങ്കറിങ്ങിന് ചെയ്യാൻ അവസരം നൽകിയ സമിതിക്കും ഇന്ദിരാക്കയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. ലോക കല്യാണ മന്ത്രം ചൊല്ലാം. എല്ലാവരും സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കാം. നമസ്കാര സ്ഥിതി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ,
സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.